KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല. ഡൽഹിയിൽ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് നടത്തിയ പാർലമെന്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാവിലെ 10:30 കേരള ഹൌസിന് സമീപം നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. എയർ ഇന്ത്യ പ്രവാസികളോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ജന്തർ മന്ദറിന് സമീപം വെച്ച് KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സമ്പദ്ഘടനയെയും വളർച്ചയെയും താങ്ങി നിർത്തുന്ന നട്ടെല്ലാണ് പ്രവാസികളെന്നും ഈ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഇത്രയും വലിയ വിദേശ നാണ്യം നേടിത്തരുന്ന മലയാളികളായിട്ടുള്ള ഗൾഫിലുള്ള ജീവിക്കുന്നവർക്കും മറ്റ് രാജ്യങ്ങളിൽ ജീവിക്കുന്നവർക്കും വലിയ സൗകര്യങ്ങൾ വേണ്ട, അവർക്ക് അവഗണനയും ചൂഷണവും ഇല്ലാതെ അവരെ കാത്തു സൂക്ഷിക്കേണ്ട ചുമതല കേന്ദ്ര ഗവൺമെന്റിന്റേതാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. പ്രവാസികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ശാശ്വത പരിഹാരമുണ്ടാക്കാനുമാണ് ഇത്തരം സമരത്തിലൂടെ ശ്രമം നടത്തുന്നതെന്ന് KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഈ ആവശ്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഗൌരവമായി പരിഗണിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് നീങ്ങാം. MPമാരായ PC ചാക്കോ, K സുധാകരൻ, PT തോമസ് എന്നിവരും മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഉത്സവ സീസണുകളിൽ അമിത യാത്രാ നിരക്ക് ഈടാക്കുന്നതും മുന്നറിയിപ്പില്ലാതെ വിമാനങ്ങൾ റദ്ദാക്കുന്നതുമടക്കമുള്ള എയർ ഇന്ത്യയുടെ നടപടികൾ അവസാനിപ്പിക്കണം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയുന്ന സ്വർണത്തിന്റെ പരിധി ഉയർത്തണം. ഗൾഫ് രാജ്യങ്ങളിൽ ജയിലിൽ കഴിയുന്ന പ്രവാസികൾക്ക് നിയമസഹായം ലഭ്യമാക്കാൻ എംബസികൾ വഴി നടപടി സ്വീകരിക്കണം. ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് ജയിലിൽ കഴിയുന്നവർക്ക് നിയമസഹായം ലഭ്യമാക്കണം. എംബസികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കണം. ഗൾഫ് രാജ്യങ്ങളിലെ എംബസികളിൽ മലയാള ഭാഷ സംസാരിക്കുന്നവരെ നിയമിക്കണം തുടങ്ങിയവയായിരുന്നു OICCയുടെ മറ്റാവശ്യങ്ങൾ. വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കം 100ഓളം OICC നേതാക്കളും പ്രവർത്തകരും മാർച്ചിൽ പങ്കെടുത്തു. ജയ്ഹിന്ദ് ന്യൂസ്, ന്യൂഡൽഹി. പ്രവാസി ഇന്ത്യക്കാർ നേരിടുന്ന യാത്രാ പ്രശ്നം അടക്കമുള്ളവയ്ക്ക് പരിഹാരം കാണുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകാമെന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി. ഈ ആവശ്യം ഉന്നയിച്ച് തന്നെ സന്ദർശിച്ച KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള നിവേദക സംഘത്തിനാണ് അവർ ഈ ഉറപ്പ് നൽകിയത്. ഡൽഹിയിൽ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കാനെത്തിയ OICC നേതാക്കൾ ജന്മത്തിലുള്ള വസതിയിലെത്തിയാണ് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല, ഉപാധ്യക്ഷൻ MM ഹസൻ, ഇടുക്കി MP PT തോമസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രവാസികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളടങ്ങിയ നിവേദനം സോണിയാഗാന്ധിക്ക് സമർപ്പിച്ചു. തുടർന്ന് നേതാക്കളിൽ നിന്നും പരാതികൾ വിശദമായി ചോദിച്ചറിഞ്ഞ സോണിയ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള അവഗണന അവസാനിപ്പിക്കുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ വ്യോമയാന മന്ത്രിക്ക് നിർദ്ദേശം നൽകാമെന്ന് ഉറപ്പു നൽകി. സോണിയാജി ആ ആവശ്യങ്ങളോട് വളരെ അനുകൂലമായി പ്രതികരിക്കുകയും വ്യോമയാന വകുപ്പ് മന്ത്രിയുമായി ഇക്കാര്യം ചർച്ച ചെയ്യാമെന്ന് പ്രതിനിധികൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവരാൻ കഴിയുന്ന സ്വർണത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന പരിധി മൂലം പ്രവാസി ഇന്ത്യക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും സംഘം ശ്രദ്ധയിൽപ്പെടുത്തി. ഇതടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാമെന്ന് സോണിയാഗാന്ധി ഉറപ്പു നൽകുകയായിരുന്നു. സുപ്രധാനമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സോണിയാജി നേരിട്ടിടപെടും എന്നുള്ള വാഗ്ദാനമാണ് ഈ നിവേദന സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും വിദേശ മലയാളികൾ നിരന്തരമായി ഉന്നയിക്കുന്ന ഈ ആവശ്യത്തിന്റെ പരിഹാരത്തിന് വളരെ സഹായകരമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കേന്ദ്ര പ്രവാസികാര്യമന്ത്രി വയലാർ രവി, വാണിജ്യമന്ത്രി ആനന്ദ് ശർമ്മ, സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേൽ എന്നിവരും ഈ ചർച്ചകളിൽ പങ്കെടുത്തു. ജയ്ഹിന്ദ് ന്യൂസ്, ന്യൂഡൽഹി. ഈ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി കേരള ട്രാവൽ ഏജന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KV മുരളീധരൻ, ഒപ്പം തന്നെ ഇന്നത്തെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത KPCC സെക്രട്ടറി മാന്നാർ അബ്ദുൾ ലത്തീഫ്, മാധ്യമപ്രവർത്തകൻ KTM മുനീർ, KH താഹിർ എന്നിവർ ചേർന്നു. ആദ്യം ശ്രീ മാന്നാർ അബ്ദുൾ ലത്തീഫ്, ഇന്ന് പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയം പ്രവാസികളുടെ യാത്രാ പ്രശ്നം സംബന്ധിച്ചാണ്. എയർ ഇന്ത്യയുടെ അവഗണന, ഒപ്പം തന്നെ യാത്രാ നിരക്ക് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ. ഇത്തരം കാര്യങ്ങളിലെല്ലാം എന്ത് ഉറപ്പാണ് ലഭിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ശ്രീ KV മുരളീധരൻ, ഇന്ന് നടത്തിയ ഈ പ്രക്ഷോഭങ്ങൾ എത്രത്തോളം ഫലം ചെയ്യുമെന്നാണ് താങ്കളുടെ പ്രതീക്ഷ? തീർച്ചയായും ഇന്ന് നടത്തിയ പ്രക്ഷോഭം വളരെ ഫലപ്രദമാകുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോണിയാജി ഈ കാര്യത്തിൽ കേരളത്തിലെ നേതാക്കന്മാർക്ക് KPCC പ്രസിഡന്റും KPCC വൈസ് പ്രസിഡന്റും കൊടുത്തിട്ടുള്ള ഉറപ്പുകൾ പൊതുവെ അത് ആശാവഹമാണ്. ഗൾഫ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് തീർത്തും അത് ഗുണപ്രദമാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ഗൾഫ് മലയാളികളോട്, കഴിഞ്ഞ കുറെ കാലങ്ങളായി ഗൾഫ് മലയാളികളോട് എയർ ഇന്ത്യയും മറ്റു വിമാന കമ്പനികളും കാണിക്കുന്ന വിവേചനം വളരെ അവർണ്ണനീയമാണ്. അവർ കാണിക്കുന്ന സാധാരണഗതിയിൽ പീക്ക് സീസണിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ, മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ, ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഈ 3 സീസണാണ് സാധാരണഗതിയിൽ നിരക്ക് ഉയർത്തുന്നത്.
ഈ കാലഘട്ടങ്ങളിൽ 5000 രൂപയുണ്ടാകുന്ന ടിക്കറ്റുകൾ 43,000 രൂപ വരെ ആക്കുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഇത് കേന്ദ്ര സർക്കാരിന്റെ വ്യോമയാന വകുപ്പിന്റെ ശ്രദ്ധപ്പെടുത്താനും ഈ അടുത്ത കാലത്ത് ഏതാനും ഒരു വർഷം മുമ്പാണ് തോന്നുന്നു വിമാന ടിക്കറ്റിൽ DGCA പുലർത്തിയിരുന്ന കൺട്രോള് വളരെ രഹസ്യമായി പിൻവലിച്ച് വിമാന ടിക്കറ്റ് വർദ്ധിപ്പിക്കാൻ വിമാന കമ്പനികൾക്ക് അധികാരം നൽകുന്ന ഒരു സംവിധാനമാണ് ഇപ്പോ കേന്ദ്ര വ്യോമയാന വകുപ്പ് ഉള്ളത്. ഈ അടുത്ത കാലത്ത് നമ്മുടെ KC വേണുഗോപാല്, നമ്മുടെ വ്യോമയാന സഹമന്ത്രി, ഇത് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര വ്യോമയാന വകുപ്പിന്റെ ഇതിലില്ല, ശ്രദ്ധയിലില്ല എന്ന് അദ്ദേഹം പറയുണ്ടായി. അത് തീർത്തും അദ്ദേഹത്തെ ഉദ്യോഗസ്ഥന്മാർ തെറ്റിദ്ധരിപ്പിച്ചാണ്. ഈ കാര്യത്തിൽ വ്യോമയാന സഹമന്ത്രിയും കേന്ദ്ര വ്യോമയാന വകുപ്പും കാര്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ഈ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നീക്കം തടയണമെന്നും ഈ വിമാന ടിക്കറ്റുകളുടെ കൺട്രോള് തിരിച്ച് ഡയറക്ടർ ജനറൽ സിവിൽ ഏവിയേഷൻ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ മാന്നാർ അബ്ദുൾ ലത്തീഫ്, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഇത്തരം പ്രശ്നങ്ങൾ ഇന്ന് പ്രക്ഷോഭത്തിൽ ഉന്നയിക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ച് എന്തൊക്കെ ഉറപ്പുകളാണ് താങ്കൾക്ക് ലഭിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ താങ്കൾ നേതൃത്വം നൽകുന്ന, താങ്കൾ പിന്തുണയ്ക്കുന്ന സംഘടനയ്ക്ക് ലഭിച്ചിട്ടുള്ളത്? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഗൾഫ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം, വിദേശത്തുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷം ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. വർഷങ്ങളായി അവർ ഉന്നയിച്ചിരുന്ന പ്രധാന പ്രശ്നങ്ങൾ യാത്രാ പ്രശ്നങ്ങളാണ്. ആ യാത്രാ പ്രശ്നം പരിഹരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടും വിദേശ മലയാളികളുടെ പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു ഇന്ന് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള പാർലമെന്റ് മാർച്ച് സംഘടിപ്പിച്ചത്. രാവിലെ പാർലമെന്റ് മാർച്ച് നടത്തിയതിനു ശേഷം കേന്ദ്രമന്ത്രി അജിത് സിംഗിനെയും ശ്രീ വയലാർ രവിയെയും ഞങ്ങൾ കാണുകയുണ്ടായി. അവരുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് വൈകുന്നേരം 4 മണിക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീമതി സോണിയാഗാന്ധിയെ സന്ദർശിച്ചത്. KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല, വൈസ് പ്രസിഡന്റ് ശ്രീ MM ഹസൻ, ശ്രീ PT തോമസ് MP അവരോടൊപ്പമാണ് ഞങ്ങൾ സോണിയാഗാന്ധിയെ കാണാൻ പോയത്. വളരെ കാര്യമായി ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അവർ കേൾക്കുകയുണ്ടായി. 10ഓളം ആവശ്യങ്ങളാണ് സോണിയാഗാന്ധിയുടെ മുമ്പിൽ സമർപ്പിച്ചിരുന്നത്. ഓരോ ആവശ്യങ്ങളും പ്രത്യേകം എടുത്ത് സോണിയാഗാന്ധി ചർച്ച ചെയ്തു. പ്രധാനമായും ഉന്നയിച്ചത് യാത്രാ പ്രശ്നമാണ്. അമിതമായ ചാർജ് വർധനവ്, യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സർവീസുകൾ റദ്ദാക്കുന്നത്, അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ അവർ കേട്ടു. ഇക്കാര്യത്തിൽ വിദേശ മലയാളികൾക്കുള്ള പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ടവർക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ നിർദ്ദേശം നൽകും എന്ന ഉറപ്പാണ് സോണിയാഗാന്ധി നൽകിയത്. തീർച്ചയായും ഇന്ന് സോണിയാഗാന്ധിയെ കണ്ടതുവഴി വിവരങ്ങൾ എത്തേണ്ടടുത്ത് എത്തിക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും YICCയും വിദേശത്തുനിന്ന് എത്തിയിരിക്കുന്ന പ്രതിനിധികളും എന്ന് പറയുന്നതിൽ എനിക്കറിയായ സന്തോഷമാണുള്ളത്. താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ സൌദിയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകൻ KTM മുനീർ ചേരുന്നു. ശ്രീ KTM മുനീർ, ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഇത് നടന്ന സമരത്തിൽ ഉന്നയിക്കാനായോ, അല്ലെങ്കിൽ അത് വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനായോ? ഇവിടെ ഈ മാന്നാർ അബ്ദുൽ ലത്തീഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് പ്രത്യേകിച്ചും ഒരുപാട് സംഘടനകൾ പ്രവാസി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിവേദനങ്ങൾ അയക്കുകയും അതുപോലെ നേതാക്കന്മാരെ കാണുകയൊക്കെ ചെയ്യാറുണ്ടെങ്കിലും ഇതുപോലെ തലസ്ഥാന നഗരിയെ അക്ഷരാർത്ഥത്തിൽ ഒരു അറ്റൻഷൻ ലഭിക്കുന്ന രൂപത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ തലസ്ഥാന നഗരിയിലെ ഭരണസിരാ കേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ട് ഈ പ്രവാസി വിഷയങ്ങൾ ഉന്നതമായ അധികാര സ്ഥാനങ്ങളെ അറിയിക്കുന്നതിൽ ഇന്നത്തെ ഈ സമരം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും. പ്രത്യേകിച്ചും അറിയാം, ഗൾഫിലുള്ള ആളുകൾക്ക് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഒക്കെ തന്നെ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മേഖലയായി ഗൾഫ് മാറിയിരിക്കുന്നു.
വോട്ടവകാശം ലഭിച്ചതാണ് അതിനുള്ള ഒരു പ്രധാന കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നും നമ്മുടെ അധികാര സ്ഥാനങ്ങളിൽ വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന അവരുടെ വിഷയങ്ങളിൽ ലഭിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വളരെ ചെറിയ വിശകലനത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതാണ് അതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ്. ഏകദേശം ഇന്ത്യ രാജ്യത്തിലേക്ക് സ്വർണം കൊണ്ടുവരുവാൻ 10,000 രൂപയുടെ വാല്യൂ ഉള്ള സ്വർണം കൊണ്ടുവരുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു നിയമമാണ് ഇന്നും നമ്മുടെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റും എയർപോർട്ടുകളിലൊക്കെ തന്നെ ഉപയോഗിക്കപ്പെടുന്നത്. അതിനൊരു മാറ്റം ഇന്ന് സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരുമായി സംസാരിച്ചപ്പോൾ, ബഹുമാനരായ കേന്ദ്രമന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവരൊക്കെ തന്നെ അക്ഷരാർത്ഥത്തിൽ അതിന് മാറ്റം വരുത്തുന്നതിന് നിദാനമായ ചില സ്റ്റെപ്പുകൾ ഇന്നത്തെ ഈ ഒരു ധർണ കൊണ്ടും അതുപോലെ ഇന്നത്തെ ഈ പ്രക്ഷോഭം കൊണ്ടും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശുഭോത്തർത്ഥമായ ഒരു കാര്യമാണ്. തീർച്ചയായും ഇത് ഒരു തുടക്കം മാത്രമാണ്. ഈ ഒരു തുടക്കം മറ്റുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും കേന്ദ്ര തലസ്ഥാനത്ത് പ്രവാസികളുടെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനക്കാരായ പ്രവാസികൾക്ക് കൂടി ഗുണകരമാകുന്ന വിധത്തിലുള്ള തീരുമാനങ്ങൾ ഇതോടനുബന്ധിച്ച് ഉണ്ടാകും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഈ വിഷയത്തിൽ നമുക്ക് ഇന്നത്തെ ഈ സംഭവവികാസത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തിരിച്ചെത്താം. ശ്രീ കെ വി മുരളീധരൻ, യാത്രാ പ്രശ്നം സംബന്ധിച്ചാണ് പ്രധാനമായും പരാതികളുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് നിരവധി വിഷയങ്ങളും ഇവർ രണ്ടുപേരും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എങ്കിലും ട്രാവൽ ഏജൻസ് അസോസിയേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇപ്പോൾ പ്രധാനമായും ഉയർന്നുവരുന്ന ചർച്ചകൾ എയർ ഇന്ത്യയുടെ നിഷേധാത്മക സമീപനവും അവർ ഉയർത്തുന്ന നിരവധി പ്രശ്നങ്ങൾ, പ്രവാസികൾക്ക് നേരെ ചാർജ് വർധനവ്, ഷെഡ്യൂൾ റദ്ദാക്കൽ, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ. അപ്പോഴാണ് സംസ്ഥാന സർക്കാർ എയർ കേരള എന്നുള്ള വേറൊരു ബദൽ നിർദ്ദേശം മുന്നോട്ട് വെച്ച് അതിന്റെ ചില പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടക്കുന്നു. അത് എത്രത്തോളം പ്രായോഗികമായിരിക്കും ഈ പ്രശ്ന പരിഹാരത്തിന്? എയർ കേരള പ്രായോഗികമായിട്ട് നിലവിൽ വന്നാൽ ഗൾഫ് മലയാളികൾക്ക് ഒരു അനുഗ്രഹമാകും. ഈ ട്രാവൽ രംഗത്ത് കോമ്പറ്റീഷൻ വരുമ്പോഴാണ് വിമാന ടിക്കറ്റ് നിരക്കിൽ കുറവ് വരുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസും മറ്റുള്ള വിമാന കമ്പനികളും വന്നപ്പോഴാണ് എയർ ഇന്ത്യയുടെ മുന്നുണ്ടായിരുന്ന എയർ ഇന്ത്യയുടെ മൊണോപ്പൊളി തകർന്നത്. അപ്പോൾ അമിതമായി ടിക്കറ്റ് നിരക്കിൽ ഈടാക്കിയിരുന്ന വിമാന ടിക്കറ്റ് പുതിയ വിമാനങ്ങൾ 1990 ശേഷം കൂടുതൽ വിമാനങ്ങൾ കേരളത്തിലോട്ടും പ്രത്യേകിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിലോട്ട് വന്നു തുടങ്ങിയപ്പോഴാണ് ഈ വിമാന ടിക്കറ്റ് നിരക്കിൽ കുറവ് വന്നത്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു എയർ കേരള പദ്ധതി വളരെ സ്വാഗതാർഹമാണ്. പക്ഷേ അത് പ്രായോഗികമായി നിലവിൽ വരുമ്പോൾ ഗൾഫ് മലയാളികൾക്ക് ഒരു അനുഗ്രഹമാകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്ന് നിലവിലുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിലോട്ട് കൂടുതൽ സർവീസുകൾ നടത്താനുള്ള ഒരു പദ്ധതി വേണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് പല റീജിയനോടും പല വിവേചനപരമായാണ് പെരുമാറുന്നത്. കാലിക്കറ്റിൽ നിന്ന് 50 സർവീസ് നടത്തുമ്പോൾ, കൊച്ചിയിൽ നിന്ന് 46 സർവീസ് നടത്തുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വെറും 22 സർവീസുകൾ മാത്രമാണ്. ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ, രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് KPCC പ്രസിഡന്റും KPCC വൈസ് പ്രസിഡന്റും KPCCയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു നീക്കം വളരെയധികം ഗൾഫ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് തീർത്തും ഫലപ്രദമാകുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള നീക്കങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികളും കൂട്ടായി നടത്തിയാൽ മാത്രമേ റീജിയണലായിട്ടുള്ള ഇംബാലൻസ് അവസാനിപ്പിക്കാനും കൂടുതൽ ഫ്ലൈറ്റുകൾ കുറഞ്ഞ നിരക്കിൽ അമിതമായി ചാർജ് ഈടാക്കുന്ന വിമാന കമ്പനികളെ പിടിച്ചു നിർത്താനും അവരുടെ കൊള്ള അവസാനിപ്പിക്കാനും ഗൾഫ് മലയാളികൾക്ക് ആശ്വാസം നൽകാനുമുള്ള അവസ്ഥ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുള്ളൂ. ഇതിനാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഇവിടുത്തെ ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് പാർലമെന്റ് മെമ്പേഴ്സും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രായോഗികമായിട്ട് ഇവിടെ നിന്ന് കേരളത്തിന്റെ തെക്കൻ കേരളത്തിൽ എപ്പോഴും എയർ ഇന്ത്യ എക്സ്പ്രസ് അവഗണനയാണ് കാണിക്കുന്നത്. നമ്മുടെ 7-ാമത്തെ കൊല്ലമായിട്ട് ഇവിടുത്തെ ഹാങ്ങർ ഇതുവരെ പൂർണ്ണമായിട്ട് സജ്ജമായിട്ടില്ല. ഈ ഹാങ്ങർ 1.5 കൊല്ലത്തിനുള്ളിൽ സജ്ജമാകുമെന്ന് പ്രധാനമന്ത്രി തറക്കല്ലിടുമ്പോൾ 2006 നവംബർ കല്ലിടുമ്പോൾ പറഞ്ഞതാണ്. ഇതൊന്നും പ്രായോഗികമാകാതിരുന്നതിന് കാരണം കാലാകാലങ്ങളിൽ ഇവിടെ നിന്ന് പോയിരുന്ന എംപിമാര്, രാഷ്ട്രീയത്തിന് അതീതമായി ഇവിടെ നിന്ന് പോയിരുന്ന റെപ്രസെന്റ് ചെയ്തിരുന്ന എംപിമാര് ഈ തിരുവനന്തപുരത്തിന്റെ കാര്യത്തിലോ പ്രവാസികളുടെ കാര്യത്തിലോ കേരളത്തിന്റെ കാര്യത്തിലോ കാര്യമായ ശ്രദ്ധ കാണിച്ചില്ല എന്ന് പറയുന്ന ഒരു വേദന ഞങ്ങൾക്ക് ഇവിടെ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് H. താഹിർ, അദ്ദേഹം OICCയുടെ നേതാവാണ്. ശ്രീ താഹിർ,
പ്രധാനമായും ഇന്നുന്നയിച്ച വേറൊരു വിഷയം എന്ന് പറയുന്നത് വിദേശത്തെ ജയിലുകളിൽ കഴിയുന്ന പ്രവാസി മലയാളികളെയും പ്രവാസി ഇന്ത്യക്കാരെയും സംബന്ധിച്ചാണ്. ഇക്കാര്യത്തിൽ ഏതൊക്കെ രീതിയിലുള്ള ഇടപെടലുകൾ സംബന്ധിച്ചുള്ള ഉറപ്പുകളാണ് ഒഐസിസിക്ക് ലഭിച്ചിട്ടുള്ളത്? വിദേശത്തെ ജയിലുകളിൽ പ്രത്യേകിച്ച് രാജ്യദ്രോഹത്തിനല്ലാത്ത കുറ്റങ്ങളിൽ ചെക്ക് കേസ് തുടങ്ങിയ കേസുകളിലൊക്കെ പെട്ടുള്ള ആളുകൾക്ക് ലീഗൽ അഡ്വൈസ്, ലീഗൽ ഹെൽപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ബഹുമാനായ വയലാർജി ഇടപെട്ട് ചെയ്യാമെന്നും ഇക്കാര്യം ഞങ്ങൾ സോണിയാഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും സോണിയാഗാന്ധി ഇക്കാര്യത്തിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്ക് കൊടുക്കാമെന്ന് ഞങ്ങൾക്ക് വാക്ക് തരികയും ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ ആളുകൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചെക്ക് തുടങ്ങിയ ജയിലുകളുണ്ട്. അതുപോലെ അവരുടേതല്ലാത്ത കുറ്റങ്ങളാൽ ജയിലിൽ കിടക്കുന്ന ആളുകളുണ്ട്. അത് ഈ കാര്യങ്ങളിലേക്ക് ഒരു വിവിധ എംബസികളുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കണക്കുകൾ എടുക്കാമെന്നും അതിനനുസരിച്ചുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാമെന്നുമാണ് ബഹുമാനരായ നേതാക്കന്മാർ, മന്ത്രിമാർ, സ്വരാജ് ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പ്രിയമായ നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. ശ്രീ മാന്നാർ അബ്ദുൾ ലത്തീഫ്, എന്തായാലും വലിയൊരു പ്രക്ഷോഭം നടത്താനായി അതിന്റെ തുടർ നടപടികളിലേക്ക് നീങ്ങുന്നു. ഇനി ഏതൊക്കെ രീതിയിൽ ഒഐസിസി ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്? ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്? ഒപ്പം തന്നെ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടുകാരനായ നമ്മുടെ ബഹുമാന്യനായ പ്രതിരോധ വകുപ്പ് മന്ത്രി ശ്രീ AK ആന്റണിയെ ഇപ്പോൾ ശ്രീ MM ഹസന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ്, അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, അദ്ദേഹത്തെയും ഒഐസിസി സംഘം സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹത്തോടും ഞങ്ങൾക്കുള്ള പരാതികളും പരിഭവങ്ങളും അദ്ദേഹത്തെയും അറിയിക്കും. വളരെ സന്തോഷത്തോടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള KPCC ഇക്കാര്യത്തിൽ ബദ്ധശ്രദ്ധരായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. പലപ്പോഴും ശബ്ദമുയർത്തുകയും പരിഹാരം ലഭിക്കാതെ വേദനയോടെ വിദേശത്ത് കോൺഗ്രസിലെയും മറ്റു നേതാക്കന്മാർ എത്തിച്ചേരുമ്പോൾ ഒരുപാട് പരാതികൾ പറയാറുണ്ട്. നമുക്ക് പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വിദേശത്തുള്ള മലയാളികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നു, ഇതൊരു വലിയ യജ്ഞമാണ്. വളരെ ശക്തമായ നീക്കങ്ങളിലൂടെ ഇപ്പോൾ നടത്തിയ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന ശബ്ദമുയർത്തലുകൾക്ക് ശാശ്വതമായ പരിഹാരം ഇത്തവണത്തെ ഈ സമരം കൊണ്ടുണ്ടാകും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി നമ്മുടെ നാട്ടിൽ സമരങ്ങളും ജാഥകളും ഒക്കെ നടത്താറുണ്ടെങ്കിലും പോലും ഇന്ന് KPCCയുടെ നേതൃത്വത്തിൽ OICC വിദേശത്തുള്ള മലയാളികളായ നമ്മുടെ ആളുകൾ ഇന്ന് നടത്തിയ ഈ സമരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്തേണ്ടടത്ത് എത്തി എന്നതുകൊണ്ട് പരിഹാരമുണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. OICCയും KPCCയും ഇതിന് ബാക്കിയുള്ള തുടർന്നുള്ള നടപടികൾ നോക്കിക്കണ്ടുകൊണ്ട് ഇത് വിജയകരമായി പര്യവസാനിപ്പിക്കുന്നതിന് വേണ്ടി വിദേശ മലയാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന കാര്യത്തിൽ ജാഗ്രതയോടുള്ള മുന്നേറ്റമായിരിക്കും KPCC സ്വീകരിക്കാൻ പോകുന്നത് എന്ന കാര്യം അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആ പ്രയാണത്തിൽ എല്ലാവരുടെയും, അതിനകത്ത് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി വിദേശ മലയാളികളുടെ പ്രയാസങ്ങൾ കണ്ണീരൊപ്പാൻ, അവരുടെ വേദനകൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഈ ശ്രമം വിജയത്തിലെത്തും എന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. ശ്രീ KV മുരളീധരൻ, ഇക്കാര്യത്തിൽ ട്രാവൽ ഏജൻസ് അസോസിയേഷന് ഏതെല്ലാം രീതിയിൽ പിന്തുണ നൽകാനാകും? ഞങ്ങൾക്ക് ഈ എയർ കേരളയും എയർ ഇന്ത്യ എക്സ്പ്രസിനൊക്കെ ഞങ്ങളിപ്പോൾ നിർലോഭം ഞങ്ങൾ പിന്തുണ നൽകുന്നുണ്ട്. ഈ ഗൾഫ് മലയാളികളുടെ ഭാഗത്ത് നിന്ന് ഒരു അവജ്ഞയുണ്ടായപ്പോഴും അവരുടെ പ്രതിഷേധമുണ്ടായപ്പോഴും അവരുടെ ഭാഗത്തു നിന്നൊരു പിന്നോട്ടടി ഉണ്ടായപ്പോഴും അവരൊക്കെ ഒരു പരിധിവരെ അവരെ പറഞ്ഞു മനസ്സിലാക്കാനും കാര്യങ്ങൾ വ്യക്തമായിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അവസ്ഥ അല്ലെങ്കിൽ എയർ ഇന്ത്യയുടെ അവസ്ഥ പറഞ്ഞു മനസ്സിലാക്കാനൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വിദേശ വിമാന കമ്പനികൾ നടത്തിയിരുന്ന കൊള്ള അവസാനിപ്പിക്കാനായിട്ട് കഴിഞ്ഞ എയർ ഇന്ത്യ ഫ്ലൈറ്റുകൾ വന്നപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് സലാലയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റ് 9,000 രൂപയാണ് ഫെയർ. അതേസമയത്ത് അതിനടുത്ത് ഏറ്റവും കുറഞ്ഞ ഫെയർ 17,000 രൂപയായിരുന്നു ഒമാൻ എയർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതേസമയത്ത് എമിറേറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് 25,000 രൂപയായിരുന്നു. അപ്പൊ ഈ വൻ വിമാന കമ്പനികൾ, പ്രത്യേകിച്ച് വിദേശ വിമാന കമ്പനികൾ വൻ ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നത് ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ പലപ്പോഴും എയർ ഇന്ത്യക്കും എയർ ഇന്ത്യ എക്സ്പ്രസിനും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് കാരണം.
എനിക്ക് ഒന്നുകൂടി അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് കൂടുതൽ സർവീസ് ഇന്റേണൽ ആയിട്ടും സർവീസ് നടത്താനായിട്ട് തയ്യാറാകണം. ഇവിടുത്തെ ആളുകൾക്ക് പ്രത്യേകിച്ച് ക്യാപിറ്റലായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് കൂടുതൽ ഫ്ലൈറ്റുകൾ ഇവിടെ വേണം. ഈ കേരള സംസ്ഥാന ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കാലിക്കറ്റിലോട്ട് എയർ ഇന്ത്യ സർവീസ് നടത്തി. ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാതെ ആ സർവീസ് അവർ പിൻവലിച്ചു. തിരുവനന്തപുരം അതും ഭീമമായ ചാർജ് 5000 രൂപ വരെ ചാർജ് ഈടാക്കിയതെന്നാണ്. ഡൽഹിക്ക് പോലും 4000 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടുന്ന സമയത്ത് പല സമയത്തും കാലിക്കറ്റിലോട്ട് 5000 രൂപ വരെ ചാർജ് ചെയ്തിരുന്നുള്ള പരാതി ഉണ്ടായിരുന്നു. അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസ് ഓടിക്കുന്നത് ഇപ്പൊ 1100 രൂപയ്ക്കാണ് ഓടിക്കുന്നത്. ആഴ്ചയിൽ ഒരു സർവീസ് ഉള്ളൂ. നേരത്തെ കാലിക്കറ്റിലോട്ട് നമുക്ക് ഡെയിലി സർവീസ് ഉണ്ടായിരുന്നു. ഇതുപോലെ കാലിക്കറ്റിലോട്ട് മാത്രമല്ല, ബോംബെയിലോട്ടും ബാംഗ്ലൂരിലോട്ടും മദ്രാസിലോട്ടും ക്യാപിറ്റൽ കേന്ദ്രീകരിച്ച് കൊച്ചിയും കാലിക്കറ്റുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് കൂടുതൽ സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസുകൾ കുറഞ്ഞ ചെലവിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള നീക്കം ഉണ്ടാവണം. അതിന് KPCC പ്രസിഡന്റിന്റെയും KPCCയുടെ വൈസ് പ്രസിഡന്റും മറ്റ് സെക്രട്ടറിമാരുടെയും ഒക്കെ പിന്തുണ കാണിച്ചത് ഞാൻ പ്രത്യേകിച്ച് KPCC പ്രസിഡന്റിനെ ഈ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെയുള്ള നീക്കങ്ങൾക്ക് അദ്ദേഹം വീണ്ടും നേരത്തെ തിരുവനന്തപുരം വിമാനത്താവള വികസനത്തിൽ KPCC പ്രസിഡന്റും KPCC വൈസ് പ്രസിഡന്റ് ശ്രീ ഹസനൊക്കെ കാണിച്ച ആത്മാർത്ഥത, ഞങ്ങൾ 93-ലും 99-ലും ഒക്കെ ഡെലിഗേഷൻ ഡൽഹിയിൽ പോകാനൊക്കെ ശ്രീ ഹസനും ശ്രീ രമേശും കാണിച്ച ആത്മാർത്ഥത വീണ്ടും മുന്നിലോട്ട് വീണ്ടും അവർ വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അവസാനമായി ശ്രീ താഹിർ, എത്രത്തോളം പ്രതീക്ഷാ നിർഭരമാണ് ഇന്നത്തെ ഡൽഹി സന്ദർശനം? യഥാർത്ഥത്തിൽ ഞങ്ങള് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈ സന്ദർശനങ്ങളും ഈ ഞങ്ങളുടെ സമരവും ഞങ്ങളുടെ ഈ മെമ്മോറാണ്ടം കൊടുക്കലും ഒക്കെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ബഹുമാനായ KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല മുൻകൈയെടുത്ത് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ശ്രീ AK ആന്റണി ഉൾപ്പെടെയുള്ള നാളെ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ള ആളുകളെ കാണാനും ഞങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾ അവരുടെ മുന്നിൽ ശ്രീ മാനാർ അബ്ദുൽ ലത്തീഫ് സൂചിപ്പിച്ചതുപോലെ വളരെ എത്തേണ്ടടുത്ത് തന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ എത്തിക്കാനും കഴിഞ്ഞതിൽ പ്രവാസികളായ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് OICCയുടെ നേതൃത്വത്തിന് വളരെയേറെ സന്തോഷമുണ്ട്. മാത്രമല്ല മാർച്ച് മാസത്തിൽ OICCയുടെ ഗ്ലോബൽ മീറ്റ് അബുദാബി മലയാളി സമാജം പ്രസിഡന്റ് ശ്രീ മനോജ് പുഷ്കറിന്റെ നേതൃത്വത്തിൽ അബുദാബിയിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ അതുവരെയുള്ള ഡെവലപ്മെന്റ് ഞങ്ങൾ അവിടെ വെച്ച് ചർച്ച ചെയ്യുകയും അതിനുശേഷം ഇതിന്റെ തുടർന്നുള്ള സമരപരിപാടികളും ഭാവി പരിപാടികളും ബഹുമാനായ KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തലുമായും OICCയുടെ ചാർജുള്ള ശ്രീ മാനാർ അബ്ദുൽ ലത്തീഫുമായും ഒക്കെ ചർച്ച ചെയ്ത് ഭാവി പരിപാടികൾ മാർച്ച് മാസത്തിൽ അബുദാബിയിൽ വെച്ച് നടക്കുന്ന ഗ്ലോബൽ മീറ്റിൽ വെച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ്. വളരെ ഒരിക്കൽ കൂടി പറയട്ടെ, വളരെയേറെ സന്തോഷകരമായ ദിവസമാണ് എന്ന് ഗൾഫിലെ പ്രവാസികളായ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ വളരെ വേണ്ട രീതിയിൽ അവതരിപ്പിക്കുവാനും വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ അതെത്തിക്കുവാനും വളരെ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന നിരവധി സമരങ്ങളെക്കാൾ കൂടുതൽ ഇന്നത്തെ ഞങ്ങളുടെ ഈ സമരം കൊണ്ടും ഞങ്ങളുടെ ഈ നേതാക്കളുമായുള്ള ഞങ്ങളുടെ അഭിമുഖങ്ങൾ കൊണ്ടും അവരുടെ കാലം കൊണ്ടും കഴിഞ്ഞു എന്നത് വളരെയേറെ സന്തോഷകരമായ കാര്യമാണ്. പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ OICCയുടെ ഈ ഇടപെടൽ ഫലപ്രദമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി ശ്രീ താഹിർ, ഒപ്പം തന്നെ ശ്രീ മാന്നാർ അബ്ദുൾ ലത്തീഫ്, ശ്രീ KT മുനീർ, ഒപ്പം ട്രാവൽ ഏജൻസ് അസോസിയേഷൻ പ്രതിനിധി ശ്രീ KV മുരളീധരൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് ഡേ പൂർണ്ണമാകുന്നു. വാർത്തകൾ അവസാനിക്കുന്നില്ല. ജയ് ഹിന്ദ്.